ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ആണ്. നല്ല ചൂടോടുകൂടി മൊരിഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വലിയ മെനക്കേടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ. ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചിക്കൻ 12 പീസാക്കി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടുള്ളതല്ല. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളിലേക്കൊക്കെ ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ചിക്കന് കഴിക്കാനും നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ചിക്കനെല്ലാം നന്നായിട്ട് വരഞ്ഞിട്ട് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയൊരു ജാറെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു മിക്സ് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഒരു ട്രേയിൽ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 250 ഗ്രാം മൈദ. പിന്നെ വേണ്ടത് 200 ഗ്രാം ഓട്സ് ആണ്. ഓട്സിന് പകരമായിട്ട് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാ പൗഡറും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ സാധാരണ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഓനിയൻ പൗഡറും ജിഞ്ചർ പൗഡറും അതുപോലെ തന്നെ ഒറിഗാനൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതിലേക്ക് ഒരു പീസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മാഗി ക്യൂബ് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് വരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മാഗി ക്യൂബിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് ചിക്കന്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള ചിക്കനും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓട്സ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുട്ടയുടെ ആവശ്യമില്ല, വെള്ളത്തിൽ മുക്കിയെടുത്താലും മതി. അത് ഞാൻ പറയാം. മുട്ട ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിൽ ആദ്യം ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൗഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് സ്റ്റൗവിൽ ചൂടാവാൻ വേണ്ടി വെച്ചതിന് ശേഷം സെക്കൻഡ് കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്നും കൂടെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ഓട്സിൻ്റെയും മൈദയുടെയും ആ ഒരു ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കുക. പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അത്യാവശ്യം വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ കളർ മാറുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കോൺഫ്ലോർ ചേർത്തിട്ടുള്ള മിക്സിലാണ് മുക്കിയെടുക്കുന്നതെങ്കിൽ ആദ്യം കോൺഫ്ലോറും മൈദയുടെ ആ ഒരു മിക്സിൽ ചിക്കൻ നന്നായിട്ട് കവർ ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുത്തിട്ട്
ഒന്നും കൂടെ ഈ ഒരു പൗഡറിൽ നന്നായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 രീതിയിലും ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.